നമസ്കാരം. നമ്മുടെ ഈ പോളികാർബണേറ്റ് റൂഫിൽ സൺഷെയ്ഡൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലീക്കേജാണ്. ലീക്കേജ് ജോയിൻറ്റിലെ ലീക്കേജ് അല്ല, ജോയിൻറ്റിൽ നമുക്കിന്നിപ്പം ഫുൾ ലെങ്ത് ഷീറ്റുകൾ കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ജോയിൻറ്റ് ലീക്കേജ് പ്രശ്നമല്ല, ജോയിൻറ്റ് ബീഡിങ്ങും കിട്ടാൻ തുടങ്ങി. ഏറ്റവും മെയിൻ പ്രശ്നം ഷെയ്ഡിൻ്റെ അടിയിൽ കൂടെ ഈ പോളികാർബണേറ്റ് വന്ന് റിട്ടേൺ വരുന്ന വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വീഴുന്നുണ്ട്, ബാൽക്കണിയിലൊക്കെ വീഴുന്നത് ഏറ്റവും പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ ഇതിൻ്റെ വളരെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ സൊല്യൂഷനാണിത്. ഇത് നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ടാറാണ്. ടാറും അലുമിനിയത്തിൻ്റെ കോട്ടിങ്ങും വരുന്നതാണ്. ഈ ഒരു റോള് നമുക്ക് വാങ്ങിച്ച് നമുക്കിത് റിമൂവ് ആക്കിയിട്ട് ലീക്കേജ് എവിടെയാണോ ഇപ്പം നമുക്ക് ഈ ഷെയ്ഡിൻ്റെ ഇപ്പം ഈ ഞാൻ ചവിട്ടിക്കുന്ന വാർക്കയുടെ അടിയിൽ നിന്നാണ് നമ്മുടെ ഈ പോളികാർബണേറ്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് കാറ്റ് കണ്ടമാനം അടിക്കും. നമ്മൾ സിലിക്കോൺ ഉപയോഗിച്ചിട്ടും കാര്യമില്ല. സിലിക്കോൺ കുറച്ച് നാൾ കഴിയുമ്പം സിലിക്കോണിൻ്റെ ഇത് വിട്ടുമാറുമ്പം നമുക്ക് ലീക്കേജ് വരാൻ ഉറപ്പായിട്ടും ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതാണ് ഏറ്റവും നല്ല സൊല്യൂഷനാണിത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും അകത്തോട്ട് വരത്തില്ല. നല്ല വെയിലത്ത് ഒട്ടിക്കേണ്ട ഒരു സാധനം. വെയിലത്ത് നല്ല ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് പിടിക്കുന്നതാണ്. നമുക്ക് ഒട്ടിച്ച് നോക്കാം. ഇത്രയുള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട്, അതായത് നമ്മുടെ മെയിനായിട്ട് നമുക്ക് ഈ ഗ്യാപ്പാണ് വരുന്നത്. കാര്യം മിക്ക വാർപ്പിൻ്റെ അടിയും ലെവലായിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മുടെ ഈ സാധനം ലെവലാകുമ്പോൾ ചെറിയ ഗ്യാപ്പ് വ്യത്യാസം വരും. ഇവിടെ ഇപ്പോൾ ഗ്യാപ്പ് വ്യത്യാസമുണ്ട്. ശരിക്കും അപ്പോൾ ഈ ഗ്യാപ്പ് വ്യത്യാസം നമ്മൾ എത്ര ടൈറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഷീറ്റ് ഇടാൻ നേരത്ത് നമുക്ക് ലൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റൂഫിൽ ഷീറ്റ് ഇടാനൊക്കത്തുള്ളൂ. അതിനുശേഷം നമുക്ക് പൈപ്പ് കൊണ്ട് തള്ളി വെക്കാം. പക്ഷേ എത്ര ചെറിയ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ലീക്കേജ് വരുവാണെങ്കിൽ ഏറ്റവും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ല. ഈ ഒരു ഇവിടെയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഇവിടെ മഴ പെയ്തിട്ട് നമുക്ക് സിലിക്കോൺ ആയിരിക്കും സാധാരണ എല്ലാവരും ചെയ്യുന്നത്. സിലിക്കോൺ അടിച്ചിട്ട് താഴെ പൈപ്പ് സ്ക്വയർ ട്യൂബ് കൊണ്ട് ടൈറ്റ് ചെയ്ത് വെള്ളി. പക്ഷെ എത്ര ചെയ്തെന്ന് പറഞ്ഞാൽ സിലിക്കോൺ ഇച്ചിരി ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് മാറി കഴിഞ്ഞാൽ ഭിത്തിയുടെ സിമെൻറ്റിൻ്റെ സിലിക്കോൺ കണ്ടൻറ്റ് മാറി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല സൊല്യൂഷൻ പറ്റിയത് ഇതാണ്. നമ്മൾ ഇത് നല്ല രീതിക്ക് നമുക്ക് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ക്യാമറ കാണിച്ച് ഇതാണ്ട് ഇവിടെ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും നല്ല സൂപ്പർ പോംവഴിയാണ്. ഇതാകുമ്പോൾ ഒരു കാലത്തും ലീക്കേജ് വരത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.